മനുഷ്യത്വരഹിതം, മനുഷ്യന്മാർക്ക് യോജിച്ചതല്ല. എന്താ ഈ 3 ത്വലാഖ് നീ പഠിച്ചിട്ടുണ്ടോ? ത്വലാഖ് എന്ന് പറയുന്നത് അള്ളാഹു ഉണ്ടാക്കി വെച്ചൊരു നയമാണ്. അത് വെറുതെ ദുരുപയോഗം ചെയ്യാനുള്ളതല്ല. ഏതുപോലെ വിമാനത്തിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്. അപകടം വന്നാൽ ചാടാനുള്ളതാണ് ആ വാതിൽ. അല്ലാതെ അബുദാബിയിൽ എത്തോളം തുറന്നിടാനുള്ളതല്ല. അബുദാബിയിൽ എത്തോളം ആ വാതിൽക്ക് ഇങ്ങനെ നിന്നിട്ട് ഇപ്പച്ചാടും എന്ന് പറയുന്ന എമർജൻസി എക്സിറ്റ് അതിനുള്ളതല്ല. എമർജൻസി എക്സിറ്റ് വിമാനം ആടി ഉലയുകയും ഒരു ചെരിച്ചിൽ വരുമ്പോഴത്തേന് ചാടാനും പറ്റൂല. വിമാനം അങ്ങനെ 1-2 ചെരിച്ചിലൊക്കെ ചെയ്യും. വിമാനത്തിൽ പോയവർക്കറിയാം. ഒരു ചെരിവുണ്ട് വരുമ്പോഴത്തേനും ഞാൻ ഇപ്പം ചാടും തന്നെ, പിന്നെ അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ, പിന്നെ ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത്യാവസ്ഥ വന്നാൽ, ചാടിയെ പറ്റൂ എന്ന അവസ്ഥ വന്നാൽ, അപകടത്തിലാണ് എന്ന് തോന്നുമ്പോൾ ഉപയോഗിക്കാനുള്ള നീ ത്വലാഖില്ല എന്ന് കൂട്ടുക. നമ്മൾ വീട്ടിൽ ചെന്നാൽ ഒരു ഉദാഹരണം പറയാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ഭാര്യ മറ്റൊരുത്തനുമായി ജീവിക്കുന്നത് നമ്മൾ കാണുമെന്ന് കൂട്ടുക. പടച്ചോൻ ഈ ത്വലാഖ് പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആ പെമ്പർന്നോളേറ്റ് ഇസ്രാഫിലെ സൂറിൽ ഒതുന്ന വരെ നമ്മൾ കഴിയണ്ടേ. അതിന് പടച്ചോൻ ത്വലാഖ് എന്ന് പറയുന്നൊരു സംഭവം വെച്ചു കൊടുത്തതാണ്. ത്വലാഖ് ഇല്ലെങ്കിൽ എന്താ, സ്റ്റൗ പൊട്ടി മരിച്ചു, അല്ലെങ്കിൽ തൂങ്ങിച്ചാവും. ഒരു നിവൃത്തിയില്ലല്ലോ. കാരണം എന്താ? ഒരു മനുഷ്യന് പറ്റാതായാൽ, മദ്രസയിൽ സദർ ഉസ്താദിനെ പറ്റാതായാൽ ഉസ്താദ് രാജിച്ചു അല്ലേ? പ്രിൻസിപ്പളെ പറ്റാതായാൽ ടീച്ചർ രാജിച്ചു പോവും. ചിലർ LWE എടുക്കും. എന്തിനാ? കുറെ കാലത്തെ ദീർഘകാല അവധി എടുക്കും, ശമ്പളം ഇല്ലാതെ. എന്തെങ്കിലും ഇയാൾക്ക് നല്ല ബുദ്ധി വരുമ്പോൾ തിരിച്ചു രാജിച്ച്. അതാണ് ഈ മുത്തലാഖ്. 3 സ്റ്റെപ്പായി കൊടുത്തത്. ഒരു സ്റ്റെപ്പ് ഇറങ്ങിയതിന്റെ ശേഷം തോന്നുകയാണ്, എൻ്റെ കുട്ടികളെ കാര്യം ആലോചിച്ച് അങ്ങനെ തന്നെ കയറിയാൽ തിരക്കടില്ല. അതിന് 3 ഡോറും 3 റൂമാന്ന് വിചാരിക്കരുത്. ഇറങ്ങുന്ന സമയത്ത് ആ 1 വെച്ച് സ്വഭാവം മാറിയ ഉടനെ വരാം. ഇത് വെച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടി എല്ലാം തീരും. പിന്നെ തിരിച്ചു വരാൻ ഒക്കൂല. തിരിച്ചു വരാൻ ഒത്തില്ലെങ്കിൽ കഷ്ടപ്പാടാണ്. ഇപ്പൊ കറണ്ട് ബില്ല് അടക്കുമ്പോ അതിന്റെ ഡേറ്റ് തെറ്റിയാൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന തീരുമാനം മാത്രമാണെങ്കിൽ എല്ലാ പേരും ഇഷ്ടത്തായി കരപ്പോ. എന്താ കാരണം? കറണ്ട് ബില്ല് അടക്കാൻ 30-ാം തീയതി വെച്ചാൽ 30-ാം തീയതി അടച്ചില്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ ഫൈനോട് കൂടി ബില്ലടക്കാൻ ഒരു സമയം തന്നെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കാണാം, KSEBിയുടെ മുന്നിൽ കൂടി പോകുമ്പോൾ ഒരു ചോദ്യം, ഇനി എത്ര ദിവസം ഉണ്ട്. എന്താ കാരണം? ഫൈനോട് കൂടി ബില്ലടക്കൽ ഒരു രസമാണ്. അതിന് വേണ്ടിയാണ് ഈ എത്ര ദിവസം ഉണ്ട്, നല്ല കാലിയായി കിടക്കുന്നുണ്ടാവും, എന്നാലും കാണാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. അതെന്തിനാ? അതിങ്ങനെ ഒരു 10 ഉറുപ്പിക കൂട്ടി അടക്കാൻ അതിനൊരു സാവകാശം കൊടുക്കുകയാണ്. ഫൈനോട് കൂടി അടക്കാത്ത ഡേറ്റ് വരെ അല്ലേ? എന്ന പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ നിക്കാഹിന് തന്നെ അള്ളാഹു വെച്ച നിയമങ്ങളൊക്കെ എത്ര മഹത്തരാന്നറിയും. ഇപ്പൊ ഇവരൊക്കെ പ്രസ്താവന കണ്ടതിന്റെ ശേഷമാണോ ഖുർആൻ ഇറങ്ങിക്കണമെന്ന് തോന്നിപ്പോവും. നിക്കാഹിന്റെ ത്വലാഖിന്റെ ഒക്കെ സൂറത്തുകളും ബാബുകളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ ജീവിതത്തിൽ ഒരു പെണ്ണിന് പുതിയാപ്പിളിനെ പറ്റാതായി എന്ന് കൂട്ടുക. പുതിയാപ്പിള മുഴുകുടിയനാണ്, ഒരു ഉപകാരമില്ല. ഓണ്ട് വേറൊരു പെമ്പറന്നോളേറ്റ് പോണ്. ഇത് 1 way ഒന്നല്ല. അപ്പോ ഓൾക്ക് ഇയാളെ ഒഴിവാക്കാനുള്ള ഏർപ്പാടിന്റെ പേരാണ് ഫസ്ഖ് ചെല്ലാനുള്ള അധികാരമുണ്ട്. ഇഞ്ഞോ ഈ ത്വലാഖ് ആർക്കുള്ളതാണെന്നറിയോ? പോക്കിരിയായ കള്ളുകുടിയന് അതപ്പുള്ള പെമ്പറന്നോളെ പേരിൽ എടുക്കാനുള്ളതല്ല. ശരിക്കും കേൾക്കണം. പോക്കിരിയായ കള്ളുകുടിയന് അക്രമം ചെയ്ത് മാന്യയായ ഒരു പെണ്ണിന്റെ മേലെടുക്കാനുള്ളതല്ല ത്വലാഖ്. മാന്യനായ ഭർത്താവിന് അതവ് കെട്ട പെമ്പറന്നുള്ള പേരിലെടുക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരുത്തം പോക്കിരിയാണ്, ത്വലാഖില്ല. അത് പറ്റൂല. ത്വലാഖില്ല എന്നുള്ള സ്ഥിതി എന്താ? പിണറായിയുടെ മോള് വീണ കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ത്വലാഖ് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയിരിക്കുന്നത്. ആലോചിക്കണം, പഠിക്കണം മിസ്റ്റർ ജലീൽ. ഇത് ഒരു വിഭാഗത്തിന് മാത്രമല്ല. അവള് കോടതിയിൽ പോയി വിവാഹബന്ധം ഏർപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ 8-ാം തീയതി. ആര്? നിങ്ങളെ വലിയ ഖാദിയെ പിണറായിയുടെ മോള് വീണ ത്വലാഖ് ആവശ്യപ്പെട്ട് വന്നിരിക്കുന്നു. ത്വലാഖില്ലെങ്കിൽ അവനേറ്റ് കഴിയേണ്ടി വരും. ഇനി ഓൾക്കോ ഈ ത്വലാഖോടുകൂടി കഴിഞ്ഞു നോട്ട ആ സാധുവിന് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുകയാണ്, ഇപ്പൊ പോയപ്പം പറഞ്ഞുണ്ടല്ലോ ഓനക്കായി മെച്ചം മറ്റവനാന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചറിഞ്ഞൊരു വകുപ്പില്ല. കാരണം എന്താ? മുത്തലാഖില്ലാത്തതുകൊണ്ട്. മുത്തലാഖ് ഉണ്ടെങ്കിൽ എന്താ സ്ഥിതി? മുത്തലാഖിനുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി പെണ്ണുങ്ങൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്. എന്താണെന്നറിയോ? കള്ളുടിയനാണ്, ഒരു ഉപകാരമില്ല, ചെലവിനും തരുന്നില്ല. അപ്പോ
അഡ്വക്കേറ്റ് മറിയുമ്മാൻ്റെ അടുത്ത് വന്ന് പറയാം, മാർച്ചിസ്റ്റേർ വക്കീലിമാരുടെ അടുത്തും വന്ന് പറയുന്നുണ്ട്. എന്ത് ഒന്ന് ചെല്ലിയാൽ അതിൻ്റെ യുദ്ധകാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഞ്ഞും വീണ്ടും തിരഞ്ഞു തരുമോ, അതിന് നിങ്ങൾ ആ 3 ഒന്നുണ്ട് വാങ്ങി തരുമോ. പെണ്ണുങ്ങൾ മുത്തലാക്ക് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അവസാനത്തെ പൂട്ടുവിടലാണത്, പെണ്ണുങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. ഇത് 3 ചവിട്ടുപടിയാണ്, 3 ചവിട്ടലല്ല, 3 ചവിട്ടുപടിയാണ്. അതിനിടയിൽ മക്കളെ കാര്യം ഓർത്ത് തിരിച്ചു വരാൻ തോന്നിയാൽ തിരിച്ചു വരാൻ. ഇനി വേറെ രസം, എന്തെങ്കിലും ഒരു പിണക്കണ്ട് ഉണ്ടാകുമ്പോഴത്തിന് എടുക്കാനുള്ളൊരു വടിയല്ല ഈ തൊലാക്ക്. എന്തെങ്കിലും ഒരു അസ്വരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫഅ്ലൂഹുന്ന, നിങ്ങൾ ഉപദേശിക്കുക. എന്നിട്ടോ നന്നാകണില്ലേ? നമ്മൾ വീട്ടിൽ ചെന്നപ്പോ ഓള് ചന്ദനമഴ പരസ്പരം ഇതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ചോറുമില്ല, ചായയില്ല, കഞ്ഞിയില്ല. മോളെ ഇതൊന്നും നല്ലൊരു ഏർപ്പാടല്ല. കുട്ടികൾ ചോദിച്ചു ആവ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയെന്ന് വിട്ടുക. കുട്ടികളാണെങ്കിൽ കട്ടപ്പോകാൻ പോകും, അങ്ങനെ പഴിച്ച ഇലക്കായി വയറുകൊട്ടിട്ട് കിടക്കുക. ഇവൾക്ക് പോകും തുലാമാസനമായ ഇതിലെങ്കിലും ചന്ദനമായ ഉണ്ടല്ലോ എന്നുള്ള അതിലിങ്ങനെ ആലോചിച്ച് നല്ല ഹാപ്പി ആയിട്ട് കിടക്കുക 37. അപ്പോൾ ആ ഒരു സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപദേശങ്ങൾ വരും, പൊട്ടലും ചിറ്റലും വരും. കൂടെ യോജിക്കുന്നവർ തമ്മിൽ തെറ്റും. അതെല്ലായിടത്തും ഏട്ടനാച്ചന്മാർ തെറ്റും ഒരു കുടുംബത്തിൽ. അതിനാണെങ്കിൽ വേറെ പോകാറുണ്ട്. അതിൽ ഈ വിവാഹിതരായി ഒരു റൂമിൽ താമസിക്കുന്നവർക്ക് എന്തായാലും പൊട്ടലും ചിറ്റലും ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ബൈക്കും വേണ്ടല്ലോ ചിരിച്ചു കഴിച്ച് പോണ്. അത് ആരാന്നറിയോ? ഒന്നിക്കലോ അധികം ആയിട്ടില്ല അവരെ കല്യാണം കഴിഞ്ഞിട്ട്, അല്ലെങ്കിലോ ഓരോ മാപ്പിളിയും പെണ്ണുങ്ങളും അല്ലാന്ന്. ഓൾ പുതിയാപ്പിളിയും പുതുവെണ്ണും അല്ല, അല്ലെങ്കിലോ അധികം ആയിട്ടുണ്ടാവില്ല. രണ്ടാളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇങ്ങനെ തോന്നും ഓല മാതിരി ആയെങ്കിൽ ഓല് 2-3 കല്യാണം കഴിഞ്ഞ് നോക്കട്ടെ, നമ്മളെ മാതിരി ഓല് പോവും. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം പുതിയാപ്പിള ആണ്ട് പറയും ഓള് കേൾക്കുന്ന, പിറ്റത്തെ 6 മാസം ഓള് ഇങ്ങോട്ട് പറയും പുതിയാപ്പിള കേൾക്കുന്ന, പിന്നെ ഓല് 2 കൂടി പറയും നാട്ടുകാർ മുഴുവൻ കേൾക്കുന്ന. അറിയാങ്ങൾ അതാണ് വിവാഹത്തിന്റെ സ്വഭാവം. ആ വിവാഹത്തിന് പടച്ചറപ്പ് വെച്ച നിയമമാണ്. എന്തെങ്കിലും ഒരു ഏടാകൂട അവസരം വന്നാൽ ഫഅ്ലൂഹുന്ന, ഉപദേശം കൊടുക്കുക. എന്നിട്ടോ ഒരു മാറ്റമില്ല. ഫഹ്ജുറൂഹുന്ന, കിടപ്പറയിൽ വെടിയ. ശരിക്ക് കേൾക്കണം, കിടപ്പറയിൽ വെടിയ എന്ന് പറഞ്ഞാൽ റൂം മാറലാണ്, വീട് മാറലല്ല. കിടപ്പറയിൽ വെടിയ, വേറെ റൂമിലേക്ക് താമസം മാറ്റുക. കുറച്ചൊരു കഥയും ബുദ്ധിയുള്ള പെമ്പറന്നോളൂ, ഒന്നും വേണ്ട. നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു തിരക്കുണ്ടായി നോട്ടുക. അപ്പോൾ അവളെ ഒന്ന് വെടിഞ്ഞു തന്നു. ഇവനും കുട്ടികളും കൂടി ഇങ്ങനെ കിടന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഓളോളം പായും തലേനെയൊക്കെ എടുത്താണ് ഓള് കോണിക്കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കാരും നാത്തും കുട്ടി ചോദിക്കുക, എന്താന്ന് ബടയാണ്? അത് മതി, ഈ കാര്യം ശരിയാകും, അത് മതി, ആ ചോദ്യം മതി. അതിനാണ് പടച്ചോൻ വെച്ച നിയമം, കിടപ്പറയിൽ വെടിയുക. റൂം മാറലാണ്, വീട് മാറലല്ല. ശരിക്കും കേൾക്കണം. എന്നിട്ട് ഫദ്രിബൂഹുന്ന, അത് കഴിഞ്ഞിട്ടാണ് മുറിയാവാത്ത അടി. ബാപ്പ കുട്ടികൾ നേരാവാൻ ചെയ്യുന്നത് പോലെ, ഉമ്മ പെൺകുട്ടികൾ നന്നാവാൻ ചെയ്യുന്നത് പോലെ ഉള്ളൊരു ചെറിയ പ്രഹരം. അവിടെ പരിധി വിടാൻ പാടില്ല, അള്ളാഹു അംഗീകരിക്കൂല. ചെറിയൊരു പ്രഹരം. അതിലും നന്നായില്ലെങ്കിൽ ബന്ധുക്കളിൽ നീതിമാന്മാരായ സാക്ഷികൾ വന്നിട്ട് കൂടിയാലോചിക്കുക. അതിലും നന്നായില്ലെങ്കിലാണ് പിന്നത്തെ കൈക്ക് ത്വലാക്ക്. ആ ത്വലാക്ക് എന്ന് പറഞ്ഞ സംഭവം നടത്തിയാൽ പിന്നെ ഓള് ഗർഭിണിയാണോ അല്ലേ എന്ന് കാത്തിരിക്കുന്ന കാലാണ് ഇദ്ദ. ആ ഇദ്ദ ഇരിക്കേണ്ടത് എവിടെ? ശരിക്ക് കേൾക്കണം മനുഷ്യന്മാരെ. നമ്മളെ നാട്ടിൽ നടക്കുന്നത് എന്താ അറിയോ? കാര്യം തീർത്താ ഓള് പെട്ടിയും ബാഗെടുത്ത് പോവാൻ. സൂറത്തു ത്വലാഖ് ശരിക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കി നോക്കി. എല്ലാ ആലിമീങ്ങളും ഒറ്റക്കെട്ടാണ് അതിൽ. എന്താ? ഭർത്താവിന്റെ വീട്ടിലാണ് എഴുതിയിരിക്കേണ്ടത് മക്കളെ, ഭർത്താവിന്റെ പേരിലാണ് എഴുതിയിരിക്കേണ്ടത്. അവളെ പുറത്താക്കരുത് എന്ന് ആണിനോടും ജി പുറത്തു പോകരുതെന്ന് പെണ്ണിനോടും ഖാലിക്കായ റബ്ബ് പറയാൻ. എന്താ കാരണം? ഓളിഞ്ഞാണ്ട് പോയി നോക്കുക. പോയി എവിടെയെങ്കിലൊക്കെ വിലസിണ്ട് വരുമ്പോൾ ഇത് ആരെ കുട്ടിയാന്ന് പിന്നെ പിടുത്തം കിട്ടൂല. ഇത് കാക്കാൻ വേണ്ടി അള്ളാഹു 3 മാസത്തോളം അവിടെ ഇരുത്തുക. ആലോചിച്ച് നോക്കണം. ഇദ്ദാകാലം. ഈ ഇദ്ദാകാലത്തിന്റെ ഇടയിൽ ഈ ഇരിക്കുമ്പോൾ ചങ്ങായി ഇങ്ങനെ ഡൈനിങ് ഹാളിൽ കൂടി ആണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എന്താ ഇപ്പം ഞാൻ ഇരുന്നിട്ടെന്ന് തോന്നി നന്നായി കിട്ടിയാൽ നന്നായി പൊട്ടച്ചിട്ടാണ് അവിടെ തന്നെ ഇരുത്തണേ. അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോന്നുകയെ എന്താ ഇപ്പോ ഇക്കൊന്നുമില്ല തന്നക്കൊന്നുമില്ല പറഞ്ഞാൽ അങ്ങനെയാണ് നന്നായാൽ അതിന് അവിടെ തന്നെ ഇരിക്കാൻ പറയാൻ. ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് മുത്തഫരീദ് ഓതിയിട്ട് KT ജലീൽ ചൈനയിൽ പോയി സനത് വാങ്ങിയിട്ടാണ് മുത്തലാഖിനെ കുറിച്ച് വർത്തമാനം പറയേണ്ടത്. ഒരു ആളും വേണ്ട വിധം ജലീലിനെ എതിർത്തില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരാണ്.
EMS പറഞ്ഞതിനേക്കാൾ അപകടമാണ്. EMS പറഞ്ഞത് 2 പെണ്ണ് കെട്ടാൻ അള്ളാഹ് പറഞ്ഞാൽ ആ അള്ളാഹ് നമുക്ക് വേണ്ട എന്നാണ് ഒരു വാക്ക്. മറ്റൊന്ന് EMS എന്ന് പറഞ്ഞത് ഇസ്ലാമിക ശരീഅത്ത് പ്രളയം വരെ നിലനിൽക്കണം എന്ന വാദം അന്ധമായ സാമൂഹ്യ വിരുദ്ധ നയമാണ്. അതാണ് പണ്ട് EMS പറഞ്ഞത്. ജലീൽ പറഞ്ഞത് എന്താ? മുത്തലാഖ് മനുഷ്യന്മാർക്ക് പറ്റുന്ന ഏർപ്പാടല്ല. 1. 2, മതപണ്ഡിതന്മാർ വൈകിയെങ്കിലും കാര്യം മനസ്സിലാക്കും. അത് എല്ലാ ആലിമീങ്ങൾക്കും ബാധകമാണ്. എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട്. അതിനെ എതിർക്കേണ്ട ഇസ്ലാമിക ഡ്യൂട്ടി എല്ലാവർക്കും ഉണ്ട്. ഇന്ന് മുസ്ലിം യൂത്ത് ലീഗാണ് പച്ചക്ക് അത് PM സ്വാദിഖ് അലിയും ഞങ്ങളെ സുബൈറും ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവരുടെ മഹിളാ വിഭാഗക്കാർ യോഗം ചേർന്നു. എന്നിട്ട് അവര് പറയുന്നു ബഹുഭാര്യാത്വവും ത്വലാഖും നിരോധിക്കണം. ത്വലാഖില്ലേക്കുള്ള സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റൗ പൊട്ടി മരിച്ചാലും തൂങ്ങിച്ചാലും ത്വലാഖ് വെച്ചതെന്തിനാ? അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ത്വലാഖ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യ മറ്റൊരാളുമായി ബൈക്കിൽ പോകുന്നു, ഒരു റൂമിൽ താമസിക്കുന്നു, ബന്ധപ്പെടുന്നു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവളെ ഒഴിവാക്കാൻ വകുപ്പില്ലെങ്കിൽ പിന്നെ ഓളേറ്റ് മരണം വരെ ചെയ്യേണ്ടി വരും. അത് ഏത് അന്തസ്സുള്ള ഒരു പുരുഷനാണ് ആഗ്രഹിക്കുക? ഇത് പറയുമ്പോൾ സഹോദരിമാർക്ക് എതിരല്ല. ഓളിത് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് അവനാൻ്റെ ആങ്ങളിനെ പറ്റിയിട്ടാണ്. നാത്തൂനില്ലേ, നാത്തൂന് പെരുന്നാൾ പോവുകയാണ്. പെണ്ണുങ്ങളെ, നാത്തൂന് പെരുന്ന് പോവുകയാണ്. ഓളെ പിന്നെ നമ്മൾ കാണുക പല സ്ഥലത്തുനിന്ന് മോശമായ സ്ഥിതിയിലാന്ന് ബോധ്യമാകുകയാണ്. അപ്പൊ സ്വന്തം ആങ്ങളിനോട് നമ്മൾ എന്താ പറയല്? എന്താ അവളെ വെച്ചേക്കണം എന്നാണോ? അതിന് പഠിച്ചുണ്ടാക്കിയതാണ് ഈ ത്വലാഖ്. ത്വലാഖ് ഇല്ലാത്ത സമൂഹത്തിൽ എന്താ ഉള്ളത്? ഓളേറ്റ് തന്നെ മരിക്കോളം കഴിയണം, എന്നിട്ടോ ഒരു തോന്നിയ പോലെ ജീവിക്കും. അത് പറ്റൂലല്ലോ. വിശ്വാസം വേണം, പരസ്പരം വിശ്വാസം വേണം. പക്ഷെ ദുരുപയോഗം ചെയ്യണേന് നമ്മൾ എന്ത് വെച്ചു? ഈ മൊബൈൽ ഇതുകൊണ്ട് രാത്രിയിൽ എനിക്ക് വയറുവേദന കൂടിയാൽ എനിക്ക് ഒരു വണ്ടിക്കാരനെ വിളിക്കാം, എന്റെ കാമുകിയെ വിളിക്കാനും ഈ മൊബൈൽ തന്നെയാണ്. അത് ദുരുപയോഗമാണ്, ഇത് ഉപയോഗമാണ്. അള്ളാഹു ഖൈറിന്റെ പാതയിൽ ഉപയോഗിക്കാൻ ആ ത്വലാഖിന്റെ കാര്യം. അതിന് പടച്ചോനിട്ടൊരു ബ്രേക്ക് കണ്ടോ നിങ്ങൾ? അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. അള്ളാഹുവിന് ഹലാലായതിൽ ദേഷ്യമുള്ളതാണ് ത്വലാഖ്. വല്ലാത്തൊരു വർത്താനാണ്. എന്ത് ഹലാലാണ്? ഭക്ഷണം കുടിക്കല് ഹലാലാ, ചായ കുടിക്കല് ഹലാലാ, ഇതൊക്കെ ഹലാലായ കാര്യങ്ങൾ. എനിക്ക് കല്യാണത്തിന് പോകല് ഹലാലാണ്. എന്നാൽ അള്ളാഹു പറയുന്നു പാടുള്ളതിൽ ചെയ്യാൻ പറ്റണേല് അള്ളാഹ്ക്ക് ദേഷ്യമുള്ള കാര്യം കേട്ടോ തലാഖ്. അതില്ലാതെ വെച്ച് കഴിഞ്ഞാൽ അപകടം ഞാൻ പറഞ്ഞു. എന്നാലോ അള്ളാഹ്ക്ക് കോപമുണ്ടാവും എന്ന് മാത്രമല്ല, പടച്ചോൻ ഒന്നുകൂടി പറഞ്ഞു, ഒരു പെണ്ണിനെ ഒരാൾ ത്വലാഖ് ചെല്ലുമ്പോ അർശ് കുലുങ്ങുന്നാ പറഞ്ഞത്. അർശ് കുലുങ്ങും. അത്രക്കും പേടിപ്പിക്കുകയാണ്, അത്രക്കും പേടിപ്പിക്കുക. ഈ ത്വലാഖൊക്കെ പറഞ്ഞിട്ട് ആയത്തിന്റെ ഒടുക്ക റബ്ബ് പറയണെന്താ അറിയാം? ഞാൻ പെൺകുട്ടി അനുസരണുള്ളവളായി വന്നാൽ ജോളമേലില് വേറെ വഴി തേടല്ലോ. ഓ കണ്ടോ, ഇത്ര ദയാലുവായ ഖാലിക്കായ റബ്ബിന്റെ മതത്തെയാണോ ഇത്ര ധിക്കാരപരമായിട്ട് ഈ സമൂഹത്തിൽ വലിച്ചഴിച്ച് ചർച്ച ചെയ്യുന്നത്? ആലോചിക്കണം. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം അതാണ്. അപ്പൊ പറയുമ്പോ ബഹുഭാര്യാത്വം, നമുക്ക് പണി എന്താ? നമ്മൾ ഒന്നിനേറ്റ് നല്ല പോലെ നടക്കാൻ പറ്റാൻ നടക്കുക. ആർക്ക് ഈ ബഹുഭാര്യാത്വം? ബഹുഭാര്യാത്വം ഒരു മനുഷ്യന്റെ ഭാര്യ വാദം പിടിച്ച് കുഴഞ്ഞെടുക്കുക. ഈ സമയത്ത് കുറെ ഷർത്തും വർഗം പാലിച്ചുകൊണ്ട് അവളെ സമ്മതത്തോടു കൂടി ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അതിപ്പറ്റ ഉസ്താദ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ ഭാര്യമാർ അവർക്ക് അസുഖം വന്നപ്പോ അവരിങ്ങോട്ട് പറഞ്ഞിട്ട്, ഏയ് നിങ്ങള് നിന്റെ വഫാത്തിന് ശേഷം മനുഷ്യ എടുത്തതൊക്കെ തിരുമ്പാനും നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരാനും ആരാ ഉള്ളത്? അതുകൊണ്ട് നിന്റെ സ്വയബോധത്തിൽ തന്നെ ഞങ്ങൾക്കൊരാളെ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് സമ്മതത്തോടു കൂടി കൊണ്ടുവന്ന ബഹുഭാര്യാത്വമാണ് ഇസ്ലാമിൽ പറയുന്ന ബഹുഭാര്യാത്വം. അല്ലാണ്ട് വയനാട് പോയിട്ട് ഒന്ന് കിട്ടുക, മണ്ണാർക്കാട് പോയി വേറൊന്ന് കിട്ടുക. എന്നിട്ടോ നോക്കണം, ഒറ്റ കല്യാണത്തിന് തന്നെ നിയമമുണ്ടല്ലോ. ഒറ്റ കല്യാണത്തിന്റെ നിയമം എന്താ? വിവാഹത്തിന്റെ ചെലവൊത്താൽ അതിനാവുന്നുണ്ടെങ്കിലേ പെണ്ണെട്ടാൻ പറ്റുള്ളൂ. പെണ്ണ് രണ്ടും വേണം. വിവാഹത്തിന് ആവശ്യം വേണം, ചെലവും വേണം. ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ പറ്റൂല. ഒരു ചങ്ങായിക്ക് നല്ല ആവശ്യമുണ്ട്, പെണ്ണെട്ടാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പേഴ്സിലൊരു നയാ പൈസ ഇല്ല മുട്ട, ഓനക്ക് ഇത് പറ്റൂല. പഠിച്ചോ പോലെ രണ്ടും വേണം. ഇനി പൈസ ഉണ്ടെന്ന് കൂട്ടുക, 1000 500 അല്ലാത്തതുകൊണ്ട് ഓൻ്റെ അടുത്ത്. എന്നാലോ ഓനക്കൊരു പൂജ്യമില്ല, ഓനെ JCB എടുത്ത് വലിച്ചോണ്ടാനും പറ്റൂല. അതന്നെ അവിടെ ഒരു പെണ്ണ് മര്യാദ കെട്ടിക്കോറുണ്ട്, ഓനങ്ങനെ കൊണ്ടാവും. രണ്ടും കൂടി ആവശ്യം വരണം. എന്നിട്ട് ഒരു മനുഷ്യന്മാരവസ്ഥയുള്ളോ
ചിലർക്കൊക്കെ എത്ര ചോറുന്നാലും പുതിയരില്ല. തിന്നതിൻ്റെ മേലെ പിന്നെയും തിന്നു, അരിഷ്ടം കുടിക്കും, പിന്നെയും തിന്നു. ഇതെന്ത് തീറ്റയാന്ന് ചോദിക്കും. ഇതുപോലെ ചില മനുഷ്യന്മാർ അവൻ്റെ ആവശ്യം അതിലടങ്ങാതെ പോകുക നോക്കുക. അതിന് പടച്ചോൻ വെച്ചിട്ടുണ്ട് മസന സുലാസ വറുബ 2, 3, 4 ഇതൊക്കെ വരുമ്പോൾ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ അവിടെയും ബ്രേക്ക് ഇട്ടിരിക്കുന്നു. എന്ത് അവിടെയും ബ്രേക്ക് ഇട്ടിരിക്കുന്നത്? നീ ഭയപ്പെടുന്നില്ല എങ്കിൽ എന്ത് ഇവർക്കിടയിൽ നീതി പുലർത്താൻ നിനക്ക് കഴിയാതെ വരികയാണെങ്കിൽ ഫവാഹിദത്തൻ, നിനക്ക് ഒന്നാ നല്ലത്. കാരണം ഇത് ഒന്നിനേറ്റ് തന്നെ കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട് കെട്ടിയവർക്ക് അറിയുള്ളൂ. ഇത് 2 പോകുമ്പോൾ അല്ലേ ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾക്കറിയില്ലേ, ഖദീജ ബീവിയുടെ മാല കണ്ടിട്ട് എനിക്ക് ഖദീജാനെ ഓർമ്മ വന്നു എന്ന് ആരംഭ റസൂല് പറഞ്ഞപ്പോ ആയിഷ ബീവിക്ക് ചൂടായ കഥ നമ്മൾ ചരിത്രത്തിൽ വായിച്ചത് എന്തുകൊണ്ടാ? പെണ്ണിന്റെ സ്വഭാവം. ഒരിക്കലും അവൾ മറ്റൊരാളെ കൂടെ വെക്കുന്നതിനോ അവളെന്റെ ഭാര്യ എന്ന് പറയുന്നതിനോ ഒരിക്കലല്ല, ആരും സമ്മതിക്കൂല. പക്ഷെ എന്തിനാണ് പിന്നെ ഈ ബഹുഭാര്യാത്വം? ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം കിടന്നുറങ്ങലും നടക്കണമെങ്കിൽ അത് കല്യാണത്തിൽ കൂടെ മാത്രമേ പാടുള്ളൂ എന്നുള്ളതിനാണ് ഈ ബഹുഭാര്യാത്വം. മനസ്സിലായില്ലേ? എങ്ങനെ? ഒരു ഭാര്യ ഉണ്ട്, അപ്പോൾ അവൾ വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഓനക്ക് ആ 15ന്റെ ഇടയ്ക്കൊരു ബോധം, ഹോം നേഴ്സൊക്കെ പെരയുണ്ടല്ലോ. ആ ഓൻ്റെ പെണ്ണുങ്ങൾ പറയാണ് അതിനിപ്പോ സാരില്ല, അങ്ങനെ പറഞ്ഞാൽ കുടുങ്ങിയില്ലേ. അതിന് അള്ള പറയണ അങ്ങനെ പറ്റൂലടോ, നീ അവളെ ഭാര്യയാക്ക്, കല്യാണം കഴിക്ക്. കല്യാണത്തിലൂടെ അല്ലാതെ ആ ലൈസൻസ് ഇല്ലാതെ സംസർഗമില്ല, ബന്ധമില്ല, അതിന് വേണ്ടി വെച്ച ഒരു ക്ലെയിം മാത്രമാണിത്. ഇതിനൊക്കെ ദുരുപയോഗം ചെയ്ത് നീങ്ങാൻ. എന്നിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെ നടന്ന് കെട്ടാനാണ്, നമ്മളാണെങ്കിൽ അങ്ങനെ കാര്യം തീർക്കാനാണ്. അതൊന്നുമല്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ ഒരു പൂച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്താണത്? ഇവിടെ തുപ്പുക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്തിനാണ് അതിന്റെ അർത്ഥം? എല്ലാവരും വെറുതെ വന്ന് തുപ്പ് എന്നെ തുപ്പ് എന്നെ തുപ്പ് അല്ല, അല്ലെങ്കിൽ ദുന്യാവിൽ എവിടുന്നെങ്കിലും തുപ്പാൻ മുട്ടി അവിടുന്ന് ബസ് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ വന്ന് തുപ്പണം എന്നാണോ? അല്ല, അവിടെ നിൽക്കുമ്പോ തുപ്പാൻ മുട്ടുകയും തുപ്പിയെ തീരൂ എന്ന് വരികയും അങ്ങനെ വരികയും ചെയ്താൽ മറ്റെവിടെയും തുപ്പരുത്, ഇതിൽ തുപ്പുക എന്നാണ്. ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ നേരെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച ഈ ചട്ടി ഉണ്ടായതുകൊണ്ട് പരപ്പനങ്ങാടിക്ക് പോകണവന് വണ്ടി ആയിക്കൂടി തിരിച്ചിട്ട് തുപ്പിയിട്ട് പോകണം എന്നല്ല. തുപ്പാൻ മുട്ടുമ്പോൾ ഇടങ്ങറായാൽ അവിടെ തുപ്പാനാണ്, ഇടങ്ങറിന്റെ സമയത്ത് ഉപയോഗിക്കാനാണിത്. ഇതിനെ തെറ്റിദ്ധാരണാജനകമായിട്ട് പറയുന്നവരൊക്കെ ഇത് പഠിക്കാതെ പറയാണ്. മുസ്ലിം ലീഗിന്റെ വേദിയിലെ ഇത് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കണ് എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് വേറൊരു പാർട്ടിയിൽ വിശദീകരിക്കാൻ പറ്റുമോ? അങ്ങനെ തൊക്കണ്ട് വന്ന് നന്നാകുമ്പോൾ ഇപ്പം അത് കണ്ടില്ലേ, ഓരോരുത്തരും കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുക. അരാജകത്തൊക്കെ വർദ്ധിച്ചു. കോടതിയിൽ നിന്ന് വിധി വരുന്നു. എന്താ കോടതി എന്നുള്ള വിധി? നമ്മളെ വല്യമ്മ നമ്മളമ്മ പുതിയ ഇറങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. ഏതാ വയസ്സ്? ഞാൻ ഇപ്പം പറഞ്ഞാൽ അത് കുഴപ്പമാവും, ഞാൻ ഇപ്പം പറഞ്ഞാൽ അത് കുഴപ്പമാവും. ബഹുഭാര്യാത്വം കൂടുതൽ നമ്മളല്ല, നമ്മളിലൊന്നല്ല. ബഹുഭാര്യാത്വം കൂടുതൽ എവിടെയാണെന്ന് പഠിക്കേണ്ടതുണ്ട്, പലർക്കും ഉണ്ട്. ഇപ്പോൾ ഈ നരേന്ദ്രമോദി തന്നെ ഒരു പെണ്ണുങ്ങളെ നല്ലപോലെ നോക്കിയിട്ടില്ല. ആ കേസിലാണ് ഈ കാറൽ മാക്സിന് 2 പെണ്ണുങ്ങളുണ്ട്. ഹെലന എന്ന് പറഞ്ഞൊരു പെണ്ണും, അതേപോലെ ജെന്നി എന്ന് പറയുന്ന വേറൊന്നും. അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞ അത് വെപ്പാട്ടിയാണ്. വെപ്പാട്ടിയാറിന് ഒന്നേ ഭാര്യയുള്ളൂ, മറ്റേതിങ്ങനെ കൊണ്ടെടുക്കുകയാണ്. ഇസ്ലാം പറഞ്ഞത് പറ്റില്ല, 2നും കല്യാണം കഴിക്കണം, ഭാര്യയായ ചെലവിനെടുക്കണം, അതിനെ നോക്കണം, കുട്ടി ഉണ്ടെങ്കിൽ മുലപ്പാൽ നോക്കണം, കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. കാര്യം തീർത്താവരെ തൊലാക്ക് ചെല്ലിയവരെ മുലപ്പാൽ കൊടുക്കാനുള്ള ചെലവ് കൊടുക്കണം എന്നാണ് ആണിനോട് പറഞ്ഞത്. നോക്കണം, ഭാര്യ അല്ലെങ്കിൽ തോന്നിയ മാതിരി ആവും, അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കൂല, അവൻ്റെ മറ്റു കാര്യം മാത്രമേ അവനെ നടത്തുള്ളൂ. പടച്ചോൻ പറയുന്നത് വിവാഹം ഉണ്ടെങ്കിലേ ഓളെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് വെച്ച നിയമമാണ്. അപ്പോഴതാ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഓരോ നിയമം, ദിവസം ഓരോ നിയമം. എന്താ 18 വയസ്സായ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന കാര്യത്തിലുള്ള ഒരു അങ്കലാപ്പ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്താ അതുകൊണ്ടുള്ള കുഴപ്പമെന്നറിയോ? കുട്ടികളൊക്കെ ഒന്ന് കാണുന്നതും കേൾക്കുന്നതൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് കുട്ടികളിങ്ങനെ കോടതിയിൽ ഹാജരായിട്ട് മോളെ ആരെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ജഡ്ജിയുടെ ചോദ്യത്തിന് ഉത്തരം ഇവന്റെ പിന്നാലെ പെറ്റ തള്ള നോക്കി നിൽക്കുമ്പോൾ പാല് കൊടുത്ത് തേന് കൊടുത്ത് വളർത്തിയ ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പോവുകയാണ്. ഒരു കേസിൽ വിധി പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ പെൺകുട്ടി ഓമനിച്ച് വളർത്തിയ ഇളയ മോനേറ്റ് പോയി ഇയാൾ. ഞാൻ ചോദിച്ചു ഇയാളോട് എന്താ അങ്ങനെ പോയാൽ? ഈ കുട്ടീനെ കണ്ട അവൾക്ക് മനസ്സലിയും, അതുകൊണ്ടാണ് ഞാൻ പോയത്. എന്നിട്ടും മനസ്സലിഞ്ഞില്ല, ഞാൻ അവൻ്റെ കൂടെ പോകുന്നവൻ. ജാതി മാറിപ്പോയി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമുക്കൊക്കെ പെൺകുട്ടികളും മറ്റുണ്ട്. ഈ സമയത്താണ് കോടതിയിൽ ഒരു വിധി. എന്താ വിധി?
ഞാൻ പറയുന്നു, ശരിക്കും കേൾക്കണം. ഇങ്ങനെ പേക്കരുതേച്ചിട്ടാണ് ഉണ്ണീന്നിട്ട് വിരിയുമ്പോഴേക്ക് എന്ന് നമ്മൾ പറയുന്നില്ല. ബുലൂഗ് എത്തുന്നതിന്റെ മുമ്പ് കല്യാണം കഴിച്ചോടത്തേന് പ്രായപൂർത്തിയുടെ അടയാളം. അത് ഭാര്യ വീട്ടിൽ പോയതിന്റെ ശേഷം ബുലൂഗായ സഹോദരിമാരുണ്ട്. അങ്ങനെ ചിലർ പറയലുണ്ട്, ഞങ്ങൾക്ക് അവിടുന്നാണ് ആർത്തവമൊക്കെ ഉണ്ടായതെന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നോ അവിടുന്നൊക്കെ മാറി. എന്നാലോ ഇതിപ്പോ തന്നെ കല്യാണം വേണ്ടാറിന് 25, 20, 30 വയസ്സേക്ക് പെൺകുട്ടികൾ പോയപ്പോ ചാടിപ്പോക്ക് കൂടി, തട്ടിക്കൊണ്ടതിന് കൂടി, വടക്കായല് കൂടി, കല്യാണമില്ലാന്നേ ഉള്ളൂ, മറ്റേർപ്പാടുകളൊക്കെ നടക്കുന്ന സാഹചര്യം വരും എന്ന് ഭയപ്പെട്ടപ്പോഴാണ് ആലിമീങ്ങൾ അന്ന് പറഞ്ഞിട്ട് പോക്കർ സാഹിബ് എന്ന് പറയുന്ന ലീഗുകാരൻ സ്പെഷ്യൽ മാരേജ് ആക്ട് ചർച്ചക്കെടുത്തപ്പോ അവിടെ പോയി പറഞ്ഞു, ഈ ടീമിന്ന് എന്റെ സമുദായത്തിന് ഒന്നുകൊണ്ട് ഒഴിവാക്കി തരണം. അങ്ങനെ നെഹ്റു അന്ന് ഒഴിവാക്കി തന്ന് അതിന്റെ പിൻബലത്തിലാണ് ഈ 18 നിയമം വരുന്നത് വരെ നമ്മളെ വല്യമ്മയും ഉമ്മയും ഒക്കെ പുതിയ ഇറങ്ങിയത് എന്ന വസ്തുത നാട്ടുകാരറിയണം. എന്നാൽ MP ഗംഗാധരന് മന്ത്രിസ്ഥാനം പോയത് 18 വയസ്സിന് മുമ്പേ മോളെ കെട്ടിച്ചു കൊടുത്തു എന്ന കാരണത്താലാണ്. എന്നാൽ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പാക്ക് മന്ത്രിസ്ഥാനം പോകാതെ പോയത് പോക്കർ സാഹിബ് ദീനിന് അനുകൂലമായി പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് നമുക്ക് നേടിയെടുത്ത് തന്നതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോ ഇനി എന്താ സ്ഥിതി? ചെറുപ്പത്തിൽ തന്നെ കല്യാണം വേണമെന്നല്ല, കുറച്ചൊക്കെ പോന്നോട്ടെ, നല്ലതാണ്. എൻ്റെ മോൾക്ക് 20 വയസ്സാണ്. പക്ഷെ എൻ്റെ ബേജാറുണ്ട് എനിക്ക്. കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ TV, ഇന്നത്തെ കാഴ്ച, ഇന്നത്തെ ബസ് യാത്ര, ഇന്നത്തെ ടൂറ്, മറ്റുള്ളതൊക്കെ ഉണ്ട്. വരുമ്പോ നമുക്കൊരു അങ്കലാപ്പില്ലേ? അപ്പൊ ഹലാലായ രീതിയിൽ എന്റെ കുട്ടിനെ ഒരാളെ ഏൽപ്പിച്ചാൽ അവന്റെ കൂടെ ബൈക്കിൽ പോയാൽ അൽഹംദുലില്ലാ ഞാൻ നോക്കണ്ടല്ലോ. എന്റെ കുട്ടിക്ക് ഹലാലായ ജീവിതം കിട്ടിയാൽ വൈവേച്ചില്ലല്ലോ എന്ന് ബാപ്പ എന്ന നിലയ്ക്ക് എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോഴാണ് കോടതിയിൽ നിന്നൊരു വിധി. എന്താ വിധി? വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ വിവാഹമായി പരിഗണിക്കേണ്ടതാണ്. എങ്ങനെ? കല്യാണത്തിന് മുമ്പ് നടക്കുന്ന ബന്ധങ്ങളൊക്കെ കല്യാണമായി കണക്കൂട്ടേണ്ടതാണ്. അപ്പൊ എങ്ങനെ ക്ഷണക്കത്തടിക്കുക? ക്ഷണക്കത്തപ്പം എങ്ങനെ അടിക്കുക? എങ്ങനെയെന്ന് അറിയാം. അന്ന് ഉച്ചയ്ക്ക് ഒരു ഏർപ്പാട് നടന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് വൈകിട്ട് നടക്കുന്ന വിവാഹത്തിലും സൽക്കാരത്തിലും എല്ലാവരും പങ്കെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ചോക്കെ. കോടതിയിൽ നിന്ന് വരുന്ന വിധികൾ ഇങ്ങനെ. ഏക സിവിൽ കോഡിന് വേണ്ടിയിട്ട് മോഡി അങ്ങനെ, KT ജലീൽ ഇതിനെതിർത്തുകൊണ്ട് ഇങ്ങനെ. ഇതെല്ലാം കൂടി ഒരേ തൂവൽ പക്ഷികളായി വന്നാൽ ഇതിൻ്റെ കേട് ആരാ അനുഭവിക്കുക? പൊന്നു മക്കളെ, ഈ നന്മക്ക് വേണ്ടിയാണ് നമ്മൾ രാജ്യത്തിറങ്ങി പ്രവർത്തിക്കുന്നത്. എന്നാലോ ഇതൊക്കെ കീഴ്മേൽ മറിയുന്ന അരാജകത്വം വരികയാണ്. കുട്ടികളെ ഒന്നിച്ചിരുത്തുന്ന സാഹചര്യത്തെക്കുറിച്ച് ചെഗുവേരയെ വെച്ച് കോളേജ് ക്യാമ്പസിൽ പ്രസംഗം നടക്കുന്നു. പിണറായി വിജയൻ ആളുകളെ കുറ്റവാളികൾ മുഴുവൻ പുറത്തുവിട്ടിരിക്കുന്നു. മദ്യം ഓൺലൈനാക്കുന്നു. മദ്യം ഓൺലൈനാക്കിയാൽ എന്താ വെച്ചോ? ഓൺലൈനാക്കിയാൽ സ്ലിപ്പേറ്റ് പോയാൽ മതി. ക്യൂ നിൽക്കണ്ട, എല്ലാവർക്കും കിട്ടും ചെയ്യും. ഓൺലൈനൊക്കെ നല്ലത് പൈപ്പ് ലൈനാക്കണം, എന്നാൽ അതിനൊക്കെയും കിട്ടും. ഓസിട്ട് എടുക്കും ചെയ്യാം. അഥവാ ഒരു ടാപ്പ് പൊട്ടിയാൽ മലർന്നെടുത്ത് കുടിക്കും ചെയ്യാം. നല്ല സൗകര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മദ്യം ഓൺലൈനാക്കുന്നു എന്നുള്ളത് വർദ്ധിപ്പിച്ചു. ഞാനിത് തമാശക്ക് പറയല്ല. മദ്യത്തിന്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനായി ഗവൺമെന്റിന്റെ തീരുമാനം. ലുലു സെന്ററുമായിട്ടൊക്കെ സെന്റർ എവിടെ തുറന്നറിയപ്പങ്ങള്? KT ജലീലിന്റെ മണ്ഡലമായ തവനൂരിലെ കണ്ടനകത്ത് തുറന്നു കഴിഞ്ഞു. കണ്ടനകത്ത് CP ബാവാജിയുടെ വീട് കഴിഞ്ഞാൽ ആ കണ്ടനകം എടപ്പാൾക്ക് പോകുമ്പോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാഴ കഴിഞ്ഞിട്ട് അവിടെ ഒരു ധർണ ഉണ്ടായിരുന്നു. എല്ലാരും കേൾക്കണം ആരാണെങ്കിലും പ്രസംഗിച്ചതെന്ന്. SKSSF പ്രതിനിധീകരിച്ച് പ്രസംഗിച്ചത് കാസിം ഫൈസി പോത്തനൂർ. അപ്പൊ സമസ്തയുടെ പിന്തുണ ഈ കാര്യത്തിൽ നമ്മളൊപ്പുണ്ട്. AP വിഭാഗത്തെ പ്രതിനിധീകരിച്ച് പ്രസംഗിച്ചത് സിദ്ദീഖ് ഐലക്കാട്, പന്താവൂർ ഇർഷാദിയ യതീംഖാനയുടെ സെക്രട്ടറിയാണ്. എന്റെ സുഹൃത്താണ് സിദ്ദീഖ് ഐലക്കാട്. എഴുതി വെച്ചോ. ഈ ഭരണം വരാൻ വേണ്ടി അധ്വാനിച്ച പല ആളുകളുണ്ട്. നല്ലവര് മാറി ചിന്തിക്കുമ്പോ പല ആളുകളും ഇപ്പോഴും മർക്കടമുഷ്ണിയായിരിക്കുക. ഞങ്ങളെങ്ങനെ പറയാ ഈ ഗവൺമെന്റിനെതിരെ? പറയാ? ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളോ ഓരോന്നോരോന്ന് കണ്ടില്ലേ? ഓരോ അറബ് ഭാഷയിൽ ഞെരുക്കുന്ന വേറെ തീരുമാനമുണ്ട്. അറബ് ഭാഷയിൽ ഞെരുക്കുന്ന തീരുമാനം വേറെ വന്നിട്ടുണ്ട്. പള്ളിയിൽ തർക്കം വന്നാൽ ഉടനെ ഓർഡർ ഇടുകയാണ്. പൂട്ടിക്കള. അവർക്കെന്താ? ഒരു പ്രശ്നമില്ല. ഇന്നലെ കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ചയാണ്. എന്താ ചർച്ച? ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം. അപ്പൊ ആയിഷ പോറ്റി പറയുന്നു, പള്ളിയിലേക്കും മുസ്ലിം പെണ്ണുങ്ങൾ പോകാനുള്ള സാഹചര്യം ഒരുക്കണം.
ആദ്യം മൂപ്പത്തിരി ഒരു നിസ്കാര കുപ്പായം അടിച്ചിട്ട് പോരെ. ആ വർത്താനം ആയിഷ പറ്റി അതിന്റെ ആളല്ല. നേരത്തെ താടി ചർച്ച വന്നപ്പോ താടിയില്ലാത്ത ലീഗുകാരൻ എങ്ങനെയാ താടി ചർച്ച ചെയ്യുക എന്ന് ചോദിച്ച മിസ്റ്റർ ജലീൽ 5 വക്ത നിസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാത്ത ആയിഷ പറ്റി എങ്ങനെ പെണ്ണുങ്ങളുടെ പള്ളി പ്രവേശനത്തെ കുറിച്ച് പറയുന്നത്? ആലോചിച്ച് നോക്കൂ. മുമ്പ് ചേകനൂരായിരുന്നു ഇവർക്ക് ക്ലാസ് എടുത്തിരുന്നത്. കേട്ടിട്ടില്ലേ? മുത്തലാഖിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പോ എനിക്ക് അയാളെ ഓർമ്മ വരികയാണ്. അവനാന്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാനുള്ളതല്ല ഈ ഇസ്ലാമും ദീനും പരിശുദ്ധമായ ശറവും. അവനാന്റെ സൗകര്യം നോക്കിയിട്ടാണോ? ഇപ്പൊ ചേകനൊരു മൗലവി പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നാല് മൂപ്പർക്ക് സുബൈക്ക് നീക്കാനൊരു മടി. അപ്പൊ മൂപ്പര് പറഞ്ഞു സുബൈ ഒന്നുമില്ല. അപ്പൊ മൂപ്പരോട് ആൾക്കാർ പറഞ്ഞു പിന്നെ എത്ര ഇല്ല, 2-3 വക്ത ഉണ്ടാവും. മറ്റേതൊക്കെ ഇടങ്ങറായ നേരത്തുള്ള നിസ്കാരം. ഉച്ചക്ക് ചോറ് കഴിച്ച് മനുഷ്യനൊന്ന് കിടക്കണ നേരത്ത്, രാത്രി ഇങ്ങനെ ഉറങ്ങണ നേരത്ത്, സുബൈന്റെ നേരത്താ പുലർച്ചക്ക് അപ്പോഴല്ലേ മനുഷ്യനൊന്ന് മനസ്സറിഞ്ഞ് ഉറങ്ങുക. എന്നിട്ട് മൂപ്പര് ആയത്ത് ഉദ്ധരിച്ചു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കഴിയാത്ത ഒരു കാര്യം അല്ലാഹ് ഒരാളോടും കീർത്തിക്കൂല. അല്ല ആയത്ത് ആലോചിച്ചു. മൂപ്പര് കുറ്റിപ്പുറത്തേക്ക് വരിക, കണ്ടനകത്തുനിന്ന് ഓട്ടോറിക്ഷ കയറിയിട്ട് പട്ടാപ്പകൽ പരിശുദ്ധ റമദാനിൽ മൂപ്പര് നല്ല സ്ട്രോങ് ചായ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉപ്പക്ക് കാണിച്ചു തന്നു. ആ ഫാൻറ് ഇട്ട് നിൽക്കുന്ന അയാളാണ് ഈ ചേകനൂര്. അപ്പൊ ഞാൻ എൻ്റെ ഉപ്പാനോട് ചോദിച്ചു അയാൾക്ക് നോമ്പില്ലായിരുന്നു. അപ്പൊ എൻ്റെ മഹലിന്റെ പ്രസിഡന്റ്, ഇപ്പത്തെ മഹലിന്റെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ മുസ്ലിയാർ കൂടെ ഉണ്ടായി. മൂപ്പര് ചോദിച്ചു അല്ല ഇതെന്താ ഇപ്പോ പകലല്ലേ റമദാനല്ലേ, യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല, അതിനായിട്ട് 10 ഉറുപ്പ്യക്ക് ഓട്ടോറിക്ഷ വെച്ച് വന്ന് കൈമണിച്ചു. യാത്രക്കാരനാന്ന് പറയാനേ അവനാന്റെ ഇഷ്ടത്തിന് എന്തൊരു കഥയാണെന്ന് അറിയാം. നമ്മൾ വിചാരിക്കണമാതിരി ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? എല്ലാം കീഴ്മേലും അറിയാം. അറബ് ഭാഷയും ഞെരുക്കുക, മദ്യം ഓൺലൈനാക്കുക, വ്യാപകമായി. മഞ്ചേരിയിൽ 5 കിലോ കഞ്ചാവുമായി 5 ആളെ പിടികൂടി. സ്കൂൾ വരാന്തൻ്റെ പരിസരത്ത് മുഴുവൻ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഇന്നലെ മാത്രം മലപ്പുറം ജില്ലയിൽ 3 കുട്ടികളെ തട്ടി കൊണ്ടുപോയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? പിടിക്കുന്നതൊക്കെ അങ്ങനെയുള്ള എസ്ഐനെ തട്ടിക്കൊണ്ടില്ലേ തേഞ്ഞിപ്പാലത്തുനിന്ന്. പിന്നെ തത്ത് കുട്ടികളാണ്. എസ്ഐനെ ഓൻ്റെ പേര് ശാന്തി ഭൂഷൺ, നല്ല സമാധാനമുള്ള മനുഷ്യനാ. പേര് തന്നെ അങ്ങനല്ലേ. 25 കേസിൽ പ്രതിയാണ്. തടിയിൽ സക്കീർ ഹുസൈൻ വേറെ, അവിടെ സിദ്ദീഖ് വേറെ. എല്ലാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കൊക്കെ ഒരു ജീവൻ വെച്ച കാല. അവരൊക്കെ ഓരോന്നും ഇതുപോലുള്ള ഏർപ്പാട്. എന്നിട്ട് ഈ കുലുമാലീസൊക്കെ നടക്കുമ്പോ ഒരു പെൺകുട്ടി പത്രസമ്മേളനം നടത്തുമ്പോ ആ പെൺകുട്ടിക്കെതിരെ രാധാകൃഷ്ണൻ വർത്താനം പറയാ, മഹിളാ അസോസിയേഷൻ ശൈലജ ടീച്ചർ വർത്താനം പറയാ. ഈ വർത്താനൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ച മനുഷ്യന്മാരെ, ഇത്തരം വിഷയം വരുമ്പോ 14 ആൾക്കുണ്ടാകുന്ന ഒരാളെ പേരാണ് സഖാവ് VS അച്യുതാനന്ദൻ. ഈ കുട്ടികളെ കുൽമാലൊക്കെ വരുമ്പോ മൂപ്പര് അപ്പക്കറിയ പാവങ്ങളായ പെൺകുട്ടികളെ തന്നെ വരും. ഈ പെൺകുട്ടികളെ വിഷയമൊന്നും വന്ന് ഇയാളൊന്നും മുന്നിലില്ല. കാരണം എന്താ, അയാളെ സ്ഥിതി തന്നെ അപകടത്തിലാണ്. പിന്നെ ഈ പെൺകുട്ടികളെ കഥ നോക്കിയാണ്ട് നടക്കാൻ പറ്റും. എന്നിട്ട് ഇന്നാൾ ആ സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിനെ വെറുതെ വിടുന്നു. ഗോവിന്ദച്ചാമിനെ വെറുതെ വിടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, സുപ്രീം കോടതിയിൽ നിന്നാണ് അയാൾ വിധി വാങ്ങുന്നത്. ഒറ്റക്കയ്യനായ അയാൾ, ഭിക്ഷ വാങ്ങാൻ ഒരു കയ്യേ ഉള്ളൂ. ട്രെയിനിൽ കാശ് വെച്ച് നടക്കുന്ന ഇവർക്ക് സുപ്രീം കോടതിയിൽ ഒരു വക്കീല്. ആലോചിച്ചേക്കാൻ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വരെ ഒരു വക്കീൽ അവിടെ കഴിഞ്ഞിട്ടേക്കാൻ. ആ ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ഇത് വാദിക്കണെന്ന് വക്കീലിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്, മുംബൈയിലെ ലഹരി മാഫിയയുടെ സഹായം എനിക്കുണ്ട്. ആലോചിച്ച് നോക്കി, ഈ കണ്ണി എത്ര മഹത്തരാണ്. അപ്പോ ആ ഗോവിന്ദച്ചാമിനെ തൂക്കിക്കൊല്ലണമെന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞു. അപ്പോൾ അച്യുതാനന്ദൻ പറയാ തൂക്കിക്കൊല്ലണ്ട. കാരണം ഇങ്ങനത്തെ വിഷയത്തിൽ മൂപ്പരെ ശിക്ഷ എന്താണെന്നറിയാം മക്കളെ? ഇങ്ങനത്തെ ഈ കുലുമാലീസിലൊക്കെ മൂപ്പര് പണ്ട് കുഞ്ഞാപ്പാക്കെതിരെ ഇയാൾ പറഞ്ഞ വർത്താനം എന്താ അറിയാം? ഉടുതുണിയില്ലാതെ നടുറോഡിലൂടെ കേക്കോട്ടും പടിഞ്ഞാട്ടും തൂക്കണേനൊക്കെ രസത്താണല്ലോ മൂപ്പർക്ക്. മൂപ്പര് നല്ലൊരു ന്യൂറോളജിസ്റ്റാന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ മൂപ്പരെ ശിക്ഷ അതാണ്. മൂപ്പർക്ക് തൂക്കിക്കൊല്ലുന്നത് അത്ര കൗതുകം ഉണ്ടാവില്ലല്ലോ. തൂക്കിക്കൊന്നാല് ഇതാണല്ലോ കൗതുകം. മൂപ്പര് ഒന്ന് ആലോചിച്ചു, തോന്നിയതുപോലെയാണ്. ഇപ്പോ ഒരു സംഭവം ഇല്ല. റേഷൻ കാർഡ് കാലിയായി. 1 കൊല്ലത്തിന് റേഷൻ കാർഡ് ഇറങ്ങൂല. നിങ്ങൾ അറിഞ്ഞോളി. ഇന്ന് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചു, ഇത് ഇനിയിപ്പോൾ തീരുമാനമാകുമ്പോൾ തന്നെ എത്ര വരികയെന്ന്. അപ്പം ഇന്നലെ ഞാൻ പറമ്പളക്കാൻ പോയെടുത്ത് അവിടുത്തെ വില്ലേജ് മാൻ റിട്ടയർഡാണ്. ഞാൻ അയാളോട് ചോദിച്ചു, അല്ല ഇപ്പോൾ ഒരു സഖാവുണ്ട്, നല്ല സഖാവാണ്. ഞാൻ മത്സരിച്ചപ്പോൾ എൻ്റെ കൂടെ ബ്ലോക്ക് പഞ്ചായത്തിൽ, ഞാൻ പഞ്ചായത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് 1 കൊല്ലം എങ്ങനെ ആയാലും പിടിക്കുന്നത്? എന്താ പിടിക്കാതിരിക്കോ? എന്താ സ്ഥിതി? കൈക്കോട്ടിളക്കണ മയമുട്ടിയാക്ക എക്സ് മിലിറ്ററിയാണ് ഇതിൽ റേഷൻ കാർഡിൽ. ഈ വില്ലേജ് ഓഫീസറായ ഇയാള് BPL.
ഇയാൾ BPL ആണ്. അപ്പൊ ഇയാളിനോട് പറയാണ്, ഞാൻ ശരിക്കും എഴുതി കൊടുത്തിക്കണേ, ഞാൻ പെൻഷൻ പറ്റിയ ആളാണ്, ഞാൻ സർക്കാർ സർവീസിന് കഴിഞ്ഞാണ്. ഇവര് BPL ആക്കിയാണ്, ഞാൻ എന്താ കാട്ടുന്നത്? വേറെ തള്ളനോട് പറയട്ടെ, ഞാൻ BPL ആയിരുന്നു, ഇതുവരെയും BPL ആണ്, കാലുകൊണ്ട് ചെയ്യാത്തവനാണ് എൻ്റെ പുതിയാപ്പിളിൻ്റെ കുട്ടിയും, എനിക്കാണെങ്കിൽ ഓലെ ഏറ്റിട്ട് എനിക്ക് തീരും പറ്റാം, ഞാൻ BPL ആയിരുന്നു ഇതുവരെ, ഇപ്പം അത് മാറിയിരിക്കണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എയർടെല്ലേ ഈ കാര്യം എന്നാ നമ്മൾ പോയിട്ടാണ് ശരിയാക്കി കളിയുന്നതാണ്. LDF വരും, എല്ലാം ശരിയാവും തന്നെ നടന്നതല്ലേ. നമ്മൾ പറഞ്ഞില്ലേ ശരിയാക്കും, അച്യുതാനന്ദനെ ശരിയാക്കും, ശരിയാക്കിയില്ലേ? എല്ലാവരും ശരിയാക്കി. ഓരോന്നും KSRTCയിൽ ശമ്പളമില്ല. ശബരിമലയുടെ മുമ്പ് റോഡ് നന്നാക്കണമെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും ഉണ്ടാക്കണം. ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴ ഗംഭീരായി, ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളി. അടുത്ത ഈ 1000-500 നിരോധിച്ച ഇതിനേക്കായി അപ്പുറം ഈ കാലം കുടിവെള്ളത്തിനുള്ള നമ്മളെ പാച്ചിൽ നോക്കിക്കോളി. തുലാമാസത്തിലാണ് ചൂടെടുത്തിട്ട് നമ്മൾ ഇടങ്ങറാകുന്നത്. തുലാമാസത്തിൽ പെരുമഴ പെയ്യേണ്ട സമയമാണ്. ഖാലിക്കായ റബ്ബിൻ്റെ പരീക്ഷണം അതികഠിനായി വന്നുകൊണ്ടിരിക്കുക. മഴ ഒന്ന് നന്നായി പെയ്യുകയാണെങ്കിൽ ഈ റോഡ് നല്ലപോലെ നിൽക്കൂല, കേടുവരേണ്ട സമയമായി. മഴ പെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ. പക്ഷെ വടകര ഭാഗത്ത് കണ്ട് പോകുമ്പോൾ പടുകുണ്ടിലാണ് ചാടുന്നത്. പടുകുണ്ടിൽ തവനൂർ മണ്ഡലത്തിൽ MSF കുഴി എണ്ണി ഇപ്പം അടുത്ത് മൊത്തം മന്ത്രിക്ക് ആ കുഴിയുടെ എണ്ണം കൊടുത്തു. കുഴി എണ്ണ റോഡ് നേരാക്കാൻ ഇവർക്ക് നേരമില്ല. പുസ്തകം അച്ചടിച്ചിട്ട് സ്കൂളിൽ പരീക്ഷയുടെ മുമ്പ് എത്തിക്കാൻ നേരമില്ല. ഫോട്ടോസ്റ്റാറ്റാണ് കൊടുക്കുന്നത്. എൻ്റെ അയൽവക്കത്തെ ചെക്കൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വീണുപോയി. ചെക്കൻ്റെ അമ്മനോട് പറഞ്ഞു, എനിക്ക് ഫോട്ടോസ്റ്റാറ്റ് കാണാൻ, ഞാൻ എന്താ എഴുതാന്ന്. ചെക്കൻ്റെ അമ്മ പറഞ്ഞു, ആരാണ് എനിക്ക് ഫോട്ടോസ്റ്റാറ്റ് തന്നത്? എൻ്റെ ക്ലാസ്സിലെ ലീഡർ റിയാസ് തന്നതാണ്. എന്നാൽ റിയാസ് ഉത്തരം എഴുതിയ ആൻസർ പേപ്പർ വന്നൊരു കോപ്പിക്കെടുത്താൽ മതി, 50-50 അനക്കം കിട്ടുന്നതാണ്. ഭയങ്കര മാർക്കേ. ബുദ്ധിജീവിയാണ് ആര്? വിദ്യാഭ്യാസ മന്ത്രി. അബ്ദുൾ റബ്ബ് നല്ലപോലെ അത് കൊണ്ടുവരുന്നീന്ന്. ബുദ്ധിജീവി ഒന്നും ആണ്ട അല്ലേ? കോഴ്സൊന്നും പാസ്സായി കളിച്ചിട്ട് നന്നാണെന്നില്ല. നമ്മുടെ നാട്ടിൽ സൂപ്പറായി ബിരിയാണി വെക്കും നമ്മൾ പണ്ടായി. നേരെ മറ്റു ഹോട്ടൽ മാനേജ്മെൻറ്റിന് അത്ര ഉഷാറുണ്ടാകണമെന്നില്ല അല്ലേ? നമ്മുടെ നാട്ടിൽ സെനത് വാങ്ങിയ മൂല്യന്മാർ ചില ആൾക്കാർ മൗലൂദ് ഓതുമ്പോൾ ചില പ്രയാസം ഉണ്ടാവും. എന്നാൽ അതിനേക്കാളും സൂപ്പറായി ഓതും ഹൗദിൽ വെള്ളം വരുന്നവന്. എന്താ കാരണം എന്നറിയോ? അതൊരു പരിചയ അല്ലേ? അതൊരു പരിചയ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അബ്ദുൾ റബ്ബിന് ഇതൊരു പരിചയ. അബ്ദുൾ റബ്ബ് ഇത് മനോഹരായി കൊണ്ടുവരുന്നിരുന്നു. ഇതൊക്കെ കീഴ്മേൽ പറഞ്ഞു. അബ്ദുൾ റബ്ബിന് വിവരമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പുസ്തകം മര്യാദക്ക് എത്തിക്കാൻ നേരമില്ല, റോഡ് നേരാക്കാൻ നേരമില്ല. നോക്കണേ, ഒരു മന്ത്രി 4 മാസമായി നായ്ക്കളായിട്ട് കെട്ടിമറിയിൽ ഇറങ്ങിയിട്ട് ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അക്രമകാരികളായ നായ്ക്കളെ കൊല്ലുന്നായിരുന്നേ. നായ്ക്കളെ ഇപ്പൊ കിട്ടുമെന്ന്. കാരണം അക്രമകാരികളെ കണ്ണൂര് നിയന്ത്രിക്കാൻ പറ്റാത്ത നിങ്ങൾ നമ്മളെ വരണില്ലേ? ആര്? നായ്ക്കൾക്കൊക്കെ കതിബുദ്ധി. ഓർക്ക് ചോദിക്കാനും പറയാനോ ഒരു മേനകാ ഗാന്ധി എങ്കിലും ഉണ്ടേ. നമുക്ക് ആരാണത് ഈ കടിയുള്ളതെന്നല്ലാതെ. തിരൂര് 5 ആളെയാണ് നായാണ്ട് കടിച്ചത്. അക്രമകാരികളായ നായ്ക്കൾ. നമ്മൾ നായ്ക്കൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു നായും സമ്മതിക്കുമോ ഞാനൊരു അക്രമകാരിയാണ്? നായ്ക്കൾ ഇപ്പം നാള് കഴിഞ്ഞ ദിവസം ഏതോ പത്രം കടിച്ചിരുന്നു, ഓനെ പറ്റി വാർത്ത ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ പേപ്പറാണ് കടിച്ചിരുന്നു. നായ്ക്കൾ കമ്പ്യൂട്ടർ യുഗത്തിലെ നായ്ക്കളല്ലേ, കുറച്ച് തൻ്റെ ഇടയിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവൂലേ? അതിൻ്റെ അടുത്തല്ല, അതിൻ്റെ ചോട്ടലെത്തിച്ച് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞത് എന്തൊരു കഥ. എന്നിട്ട് ഇപ്പം പറഞ്ഞു അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാവുന്നതാണ്. KT ജലീൽ അത് കേട്ട് ജോസ് മാവേലി എന്ന് പറഞ്ഞൊരു ചങ്ങാതി നായ്ക്കളെ നിരത്തിയാണ് കൊന്നു. കൊന്നതിന് ശേഷം ആ പഞ്ചായത്തിൽ വന്നിട്ട് SI കൊണ്ട് ഇയാളെ കയ്യാമ വെച്ചാണ് കൊണ്ടുപോയി. അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാന്ന് ഇവനൊറ്റക്കണ്ട് പറയാം. ഒരു മുത്തലാഖ് ചർച്ച ചെയ്യാം. മനുഷ്യന്മാരെ നായ്ക്കൾ കടിക്കുമ്പോൾ അത് നിയന്ത്രിക്കാൻ നേരമില്ല. അതാണ് മുത്തലാഖിന്റെ ചർച്ച. ഈ കയ്യാമ വെച്ച് ഇയാളാണ് കൊണ്ടുപോയി. കാരണം എന്താ അറിയോ? നായ്ക്കൾ അക്രമകാരികളാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ വന്നത്ര. അപ്പൊ ഈ സൂചി അടിച്ചിട്ട് നായ്ക്കളൊക്കെ കെടുക്കണുണ്ടപ്പോ അക്രമകാരികളല്ല എന്ന് ബോധ്യായി. ചത്താ പിന്നെ ആരാണ് ഈ ചെറുക്കല്? ആരോടാണോ ഈ പറയുന്നത്? ജീവൻ പോയ നായ്ക്കള് അക്രമകാരികളല്ല എന്ന് ബോധ്യായി. ഇതിനൊന്നും ഇവർക്ക് നേരമില്ല. എന്നാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പഠിച്ചോ? പുതിയ കുടുംബത്തിന്റെ മാർച്ചിക്കാരൻ പഠിച്ചോ? നിങ്ങളുടെ ഭാരവാഹികളിൽ എത്ര പേർക്ക് ജോലി കൊടുത്തു ഈ ഗവൺമെന്റ് വന്നിട്ട്? ഈ ഗവൺമെന്റ് വന്ന് 4 മാസം തികയുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ശ്രീമതി ടീച്ചറെ മോന് ജോലിയായി, ശൈലജ ടീച്ചറെ മോന് ജോലിയായി, മരോൾക്ക് ജോലിയായി, കോലിയക്കോട് കൃഷ്ണൻ നായർ മോനക്ക് ജോലിയായി, ആനത്തലവട്ടം ആനന്ദന്റെ മോനക്ക് ജോലിയായി, പിണറായിയുടെ കല്യാണം കഴിച്ചു കൊടുത്ത ഈ ഇളച്ചിയുടെ അവിടുത്തെ അളിയൻ പെണ്ണൊട്ടി കൊടുത്ത നവീന് എന്ന് പറഞ്ഞ ചങ്ങായിക്കും ജോലിയായി. കാരണം തക്കയരത്തിന് ചെന്നപ്പോ സാറേ നമ്മൾ വരൂലേ? വരും. അപ്പോഴോ LDF വരും, എല്ലാം ശരിയാകും. ഓൽക്ക് ശരിയാക്കി കൊടുത്ത്. മറ്റോനോ
തൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ കുടുംബത്തിന് ജോലിയില്ല, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ജോലിയില്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ. താനൂര് അബ്ദുറഹ്മാനെ നിർത്തുക, ജയൻ നടന്ന് പ്രസംഗിച്ചു കൊടുക്കുക. തവനൂര് ജലീലിനെ നിർത്തുക, സഖാവ് കൂട്ടായി ബഷീർ പ്രസംഗിച്ചു കൊടുക്കുക. നിയാസിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുക, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസംഗിച്ചു കൊടുക്കുക. തിരൂര് ഗഫൂർ പി ലില്ലീസ് ബേക്കറി മുതലാളി ഓനെ സ്ഥാനാർത്ഥിയാക്കുക, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംസക്കുട്ടി പ്രസംഗിച്ചു കൊടുക്കുക. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പൊ ഷവർമയുടെ കമ്പിയുടെ സ്ഥാനത്താ. ഈ വേവും ചൂടും കൊള്ളല് ബാക്കി എന്നല്ലാതെ വേറൊരു അലാഹരും ആ സാധുക്കൾക്കില്ല. പിന്നെ ഈ ചെറുനാരങ്ങമെന്ന് വെച്ചുള്ള കുളിര് മാത്രം. അതാണ് ഇപ്പൊ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഇപ്പൊ ഒരു പണിയില്ല. ഇവർക്കൊക്കെ വേണ്ടിയിരുന്നാലും എന്നാൽ ഓരോ അരിവാൾ ചുറ്റികളൊന്നും മത്സരിച്ചൂടെ? അതല്ലൊരു ആണത്വം. അബ്ദുറഹ്മാൻ അല്ല അവിടെ നിർത്തേണ്ടത്. അവിടെ അരിവാളിൽ ജയം മത്സരിക്കണം. എന്നാൽ ഞങ്ങൾ ചെയ്ത പണി എന്താ അറിയാ? നിങ്ങളെ ലതിക കുറ്റ്യാടിയിൽ അരിവാളേറ്റ് നിന്നപ്പോ ആറ്റപ്പൂ തങ്ങൾ പാറക്കൽ അബ്ദുള്ളയെ ആപ്പ കൂപ്പ കപ്പും സോസറിലും ഓട്ടോറിക്ഷയിലും അല്ല, കോണി ചിഹ്നത്തില കുറ്റ്യാടിയിൽ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ചിട്ട് ജയിച്ചിട്ട് ഞങ്ങൾ നിയമസഭയിൽ ഇരിക്കണം. എത്ര ആളുകൾ നിങ്ങളെ കോട്ടയിലാണ് ഞങ്ങളെ ഷാജി ജയിക്കണം. ഷാജി കരക്ക് നടന്ന് വോട്ട് ചോദിച്ചപ്പോ നികേഷ് കിണറ്റിലിറങ്ങി വോട്ട് ചോദിച്ചത് അറിയങ്ങള്. അവിടെയാ ഞങ്ങളെ KM ഷാജി 4000 വോട്ടിന് ജയിക്കണം. ഷംസുദ്ദീനെതിരെ നീ ചെല്ലാത്ത ദിക്റുണ്ടാവും. ഞങ്ങൾ അവിടെയും ജയിച്ചില്ലേ. ഞങ്ങൾ ഇവിടെ ജയിക്കാത്ത എൻ്റെ കുഞ്ഞാപ്പ ജയിച്ചില്ലേ. ഞങ്ങൾക്കെതിരെ പലയിടത്തും പോയി, പല കോലത്തിലും നീങ്ങി. എന്നിട്ട് നിർത്തിയതിൽ കൂടുതൽ ആളുകളെ ഞങ്ങൾ ജയിപ്പിച്ചെടുത്തു. എന്താ നിങ്ങളെ വില്ലാളി വീരന്മാർ ഒരുപാട് തോറ്റതുണ്ടല്ലോ, ഒരുപാട് ആളുകൾ തോറ്റതുണ്ടല്ലോ. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളിപ്പോ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒന്നല്ല ജോലി, അവനാന്റെ ആൾക്കാർക്കാണ്ട് കൊടുത്ത് ഇതറിഞ്ഞപ്പോ ആകെ ബഹളായപ്പോഴാണ് ഫേസ്ബുക്കില് SFIക്കാരും DYFIക്കാരൊക്കെ ഫേസ്ബുക്ക് ഇട്ടു. എന്ത് ടീച്ചർ കഴിഞ്ഞ ഭരണത്തില് മരോൾക്കും ജോലി എടുത്തിക്കണ. അപ്പൊ പിണറായി പറഞ്ഞു അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു എല്ലാരും അറിഞ്ഞിരിക്കണ. ഇപ്പൊ ടീച്ചർ പറയാണ് അന്ന് ആ ചെയ്തത് ശരിയായില്ലെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അത് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് അന്ന് പറഞ്ഞില്ല. അന്ന് മരോൾക്ക് ലോക ചരിത്രത്തിൽ അമ്മായിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് മരോൾക്ക് സർക്കാർ ശമ്പളം കിട്ടിയ ഏക അമ്മായിമ ശ്രീമതി ടീച്ചറും ഏക മരോള് ഈ പെൺകുട്ടി അല്ലാതെ വേറെ ആരാണ്? അങ്ങനെ ഒരു മരോള് ചുറ്റുപാട്ടിൽ വേറെ ഉണ്ടോ? എന്നിട്ട് ടീച്ചർ പറയാണ് അന്ന് ഞാൻ ചെയ്തത് ശരിയായില്ല ഇപ്പൊ തോന്നണെന്ന്. അത് 5 കൊല്ലം കഴിഞ്ഞ് ശമ്പളമൊക്കെ കിട്ടിയതിന് ശേഷം പറഞ്ഞിട്ടെന്താ? 10 കൊല്ലം കഴിഞ്ഞ് ശ്രീമതി ടീച്ചർ ആ ശമ്പളം വാങ്ങിയിട്ട് അത് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അതേതാണെന്നറിയാം. എൻ്റെ നാട്ടിലത്തെ ചങ്ങായി ദുബായിക്ക് പോയി. ആദ്യത്തെ മാസത്തെ ശമ്പളത്തിൽ ദീനാറ് 100 അധികം കിട്ടിയാണ്. ആദ്യം ചെന്നൈക്ക് അറബി കൊടുത്ത ശമ്പളത്തിൽ 100 ദീനാർ അധികം. ഇപ്പം നല്ല ഹാപ്പി ആയിട്ട് കട്ടിലുമലൊക്കെ കിടന്ന് ചാടി കഴിച്ച് മൊബൈലൊക്കെ എടുത്തിട്ട് പെരയിലേക്ക് അറബി വിചാരിച്ച മാതിരി ഒന്നെല്ലാം ചോദിച്ചതിനൊക്കെ എപ്പോഴാ ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്ന്. അറബികൾക്കൊരു സ്വഭാവമുണ്ട്. ഈ റൂമിൽ ചിലപ്പോൾ ഒരു 100, 50 കട്ടിലിൻ്റെ തൊട്ടും തലേൻ്റെ തൊട്ടൊക്കെ വെക്കും. എന്തിനാ അറിയാം? ഈ വന്നവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാനാണ്. ഈ 100 അവന് അധികം കൊടുത്തു. ഇപ്പം ഭയങ്കര ഹാപ്പിയായി. പിറ്റത്തെ മാസം ശമ്പളം കൊടുത്തപ്പോൾ അതിൽ 100 ദീനാർ കുറവാണ്. 100 ദീനാർ കുറഞ്ഞേക്ക് ഇവൻ്റെ കയ്യും കാലും കഴിഞ്ഞ് ഉറക്കില്ല. ഉറക്കത്തിൽ നീറ്റടക്കൽ തുടങ്ങി. പെരയിലേക്ക് വിളിക്കാൻ തോന്നും, വിളിക്കൂല. പിന്നെയും വിളിക്കണമെന്ന് തോന്നും, ഉറക്കില്ല. അപ്പം ഇതിൽ 100 കുറവാണ്, അതിൽ 100 അധികമാണ്. ഇവൻ ഷെയ്ഖിനോട് പോയി 100 ദീനാർ ഇതിൽ കുറവുണ്ട്. ഫറവി പറഞ്ഞ് കഴിഞ്ഞ മാസം 100 അധികം ഉണ്ടായപ്പോൾ എൻ്റെ തന്നെ തെരഞ്ഞെന്നില്ലല്ലോ. കഴിഞ്ഞതിന് 100 അധികമായിരുന്നു, അന്ന് തെരഞ്ഞെന്നില്ലല്ലോ. നമ്മൾ അടുത്തേക്ക് പറയാലോ കഴിഞ്ഞ മാസം നിങ്ങൾക്കൊരു തെറ്റ് പറ്റി, അത് ഞാൻ ക്ഷമിച്ച്. പക്ഷെ ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റില്ല. അത് ലാഭമുള്ള ക്ഷമയുള്ള, അത് അധികമുള്ള ഭയങ്കര സംഭവമല്ലേ. ടീച്ചർ പറയാണ് കഴിഞ്ഞ പ്രാവശ്യത്തത് ഞാൻ ക്ഷമിക്കുകയാണ്, അത് ലാഭമായിപ്പോയി. എന്നിട്ട് പാവൻ ജയരാജൻ ആ സാധുരും എന്താണ് അത് ഈ അതിൻ്റെ മോനല്ലല്ലോ നിയമിച്ചത്, ശ്രീമതി ടീച്ചറെ മോനല്ലേ. എന്നാൽ ശൈലജ ടീച്ചർ സ്വന്തം മോനെ കണ്ണൂർ എയർപോർട്ടിൽ, മരോളെ ഇൻഫ്രയില്, ടി നവീൻ എന്ന് പറഞ്ഞ ചെങ്ങായിനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ ബോർഡിൽ ആര്? ഈ ശൈലജ ടീച്ചർ. ആരാ ഈ നവീൻ എന്നറിയാം? ഈ നവീന് എവിടുന്നാ വന്നതെന്ന് നോക്കിയപ്പോ ഒരു ചെങ്ങായി പെണ്ണെട്ടി കൊടുത്താണ്. അവിടുന്ന് ആരാ പെണ്ണെട്ടിക്കണെന്ന് നോക്കി, സാക്ഷാൽ പിണറായി അവിടുത്തെ മരുവാന്. ആ മരുവാന്റെ അവിടുത്തെ ഇളച്ചി ഇല്ലേ, അളിയനില്ലേ, ആ അളിയ പെണ്ണെട്ടി കൊടുത്ത് അവിടുത്തെ അളിയുണ്ട്. ഓന്റെ ചെക്കനക്കാ ജോലി നവീന്. അപ്പൊ എന്നാ ഇവരൊക്കെ അഴിമതിക്കാര് തന്നോ? ഇല്ല.
പിണറായി സ്വന്തം കുടുംബത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ഇ പി ജയരാജൻ അത് ചെയ്തിട്ടില്ല, സ്വന്തം മോനെ നിയമിച്ചിട്ടില്ല. ഇ പി ജയരാജൻ നിയമിച്ചത് ശ്രീമതി ടീച്ചറുടെ മോനെയാണ് അല്ലേ? ജയരാജൻ സ്വന്തക്കാരെ നിയമിച്ചിട്ടില്ല. എന്നാൽ ശൈലജ ടീച്ചർ രാജിവെക്കണ്ടേ? ഇവർക്കൊക്കെ ചീത്തപ്പേരുണ്ട്. എന്നിട്ട് ആ സാധുവിനെ രാജിവെപ്പിച്ചത് അതൊരു എന്താ പാവം. അത് പണ്ട് മുഹമ്മദ് അലി മരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ചാനലിൽ ചോദിച്ചു, ഇങ്ങനെ മുഹമ്മദ് അലിക്കളെ യഹലോകവാസം വെടിഞ്ഞിട്ടുണ്ട്, നല്ലൊരു കളിക്കാരനാണെന്നുണ്ട് എഴുതി കളയാറുണ്ട്. അപ്പോൾ ആരോ ചോദിച്ചു, ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഏത് മയമാലിനെ, ഞാൻ മറ്റേ മയമാലിനെന്ന് വിചാരിച്ചു. എന്നാൽ അങ്ങനെ ഒരു മയമാലി വേണ്ട ഇവിടെ, അങ്ങനെ ഒരു മൊമാലി ഇവിടെ ഇല്ലല്ലോ, വേറൊരു മൊമാലി നമ്മൾ കാണണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വെറുതെ പറയാം. അപ്പം നാളെ ഉറിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മൂപ്പര് പറഞ്ഞത് ഉറി താത്തി കെട്ടി അങ്ങനെ തന്നെ അല്ലേ, മൂപ്പർക്ക് എന്തോ ഉറി, കാട്ടുപോത്തിന് എന്ത് ചങ്കരാന്തി, മൂപ്പരോടൊക്കെ എന്താ ചോദിച്ചിട്ട് എന്താ കാര്യം? ഒരു കഥയും ബുദ്ധി ഉണ്ടായിട്ടല്ല. ആ സാധു എന്തെങ്കിലുമൊക്കെ കണ്ട് വിളിച്ചറിയാം. ആ കൂട്ടത്തിൽ ആ സാധുവിനോട് ഇതിലാണ്ട് ഒപ്പിട്ടാളാന്ന് പറഞ്ഞാൽ പിണറായി ഒപ്പിടവാടിച്ചു. അങ്ങനെയാണ് ഈ സാധു കുടുങ്ങണ്. എന്നിട്ട് മൂപ്പര് ആ കുടുക്ക് നാട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വനം വകുപ്പ് നിന്ന് തേക്ക് നിർത്തിയിട്ടാക്കിയത് ക്ഷേത്ര കമ്മിറ്റിക്ക്. അതിനേക്കായും വലിയ കൊടുക്കി. അതേതുപോലെ പണ്ട് മൊയ്ലിയുടെ കായ് കട്ടിട്ട് വിറ തീരാൻ വേണ്ടി വരുത്തേ ആ പള്ളിയുടെ മുമ്പിലുള്ള നേർച്ചപ്പെട്ടിയിലിട്ടത്ര മോൻ്റെ വിറ തീരാൻ ആര് മുസ്ലിയുടെ കായ് കട്ടാതെ എന്ന പോലെ ഇയാൾ ഇങ്ങനെ ഇതാക്കിക്കാം. എന്നാലും ഇവരൊക്കെ അഴിമതിക്കാരാണ്. ഇവർക്കൊക്കെ ഒരേ ചീത്തപ്പേരല്ല വേണ്ടത്. എന്നാൽ ചീത്തപ്പേര് ആർക്ക് മാത്രം ഉണ്ടായത്? ജയരാജന് മാത്രം. പിണറായിക്ക് ചീത്തപ്പേരുണ്ട്, ശൈലജ ടീച്ചർക്ക് ഉണ്ട്, കോലിയക്കോട് കൃഷ്ണൻ നായർക്കുണ്ട്, ആനത്തല്ല വട്ടം, ഇവർക്കൊന്നും ചീത്തപ്പേരില്ല. എന്നാൽ ഈ ശ്രീമതി ടീച്ചർ MP സ്ഥാനം രാജിവെച്ച സ്വന്തം മോനക്കും മരുകൾക്കും കൊടുത്തിട്ട് ഇല്ല, ചീത്തപ്പേരെല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് ഈ സാധുവിനെ ബലിയാടാക്കി മൂപ്പരപ്പം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഷഹീദായതാണ് എന്നാ സാധു പറയും ചെയ്തു. ചീത്തപ്പേരെല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് ആ സാധുവിനെ മാത്രമാണ് നിർത്തിയത്. അതേതുപോലെ മമ്മൂട്ടി സാഹിബ്, ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു ചെക്കനൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ്, അവൻ്റെ പേര് ഗോപി എന്നാണ്. ഓനെപ്പോഴും എല്ലാവരും ഞങ്ങളൊക്കെ വിളിക്കുക ഉടുമ്പ് ഗോപി എന്നാണ്. ഉടുമ്പ് ഗോപിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനക്ക് ഭയങ്കര ചൂടാവും ചെയ്യും. അപ്പോൾ മാഷോട് പറഞ്ഞു, സാറേ ഇന്ന് എല്ലാവരും കൂടി ഉടുമ്പ് ഗോപി എന്ന് വിളിക്കുകയാണെന്നാണ്. അപ്പോൾ മാഷ് പറഞ്ഞു, ഓൾ സ്റ്റാൻഡപ്പ്, ഇനി ഗോപിന് ആരും ഉടുമ്പ് ഗോപി എന്ന് വിളിക്കരുത്, അവനാൻ്റെ തന്തിയും തള്ളിയിട്ട പേരല്ലാതെ വേറൊരു പേര് ഇവിടുന്ന് കേൾക്കാൻ പാടില്ല, അതുകൊണ്ട് ഇനി ആരും വിളിക്കരുതിട്ടാണ്. ഓൻ പറഞ്ഞു, സാർ പണ്ട് തിരിഞ്ഞപ്പോൾ തന്നെ വിളിക്കൽ തുടങ്ങും. മാഷ് അറിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, വേണ്ട എനിക്ക് പോകണം, വേറെ കാര്യം ഒരു കാര്യം ചെയ്യും. ആരടാ ഇവനെ ഈ ഉടുമ്പ് ഗോപി എന്ന് വിളിക്കണെന്ന് ഗോപിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഗോപി പറയാണ്, അത് ഈ കീരിവാസും മറ്റേ കരടി മോഹനുണ്ട്, ആ പോയിക്കൊണ്ട് ചീത്തപ്പേര്, ഭയങ്കര സംഭവം. നമ്മളൊന്നാലും ചോദിക്കും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എന്നിട്ട് ഇപ്പോൾ ഈ സംഭവം ഒക്കെ നടന്നിട്ടും കുലുക്കല്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ഇവർ ജയിക്കാൻ വേണ്ടി പിന്തുണച്ചവരൊന്നും ഈ വിചാരിയില്ല. ഇതൊക്കെ നടക്കുമ്പോഴും മിണ്ടാതിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ INL അതിൻ്റെയൊക്കെ സ്ഥിതി എന്താ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഈ ഗവൺമെൻറ് വരാൻ വേണ്ടി അധ്വാനിച്ചോല കോഴിക്കോട് മത്സരിച്ചതാണ്. അവരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ അതിന് രാജിവെച്ച ഒരാളെ കഴിഞ്ഞ ദിവസം തിരുനാവായ ഭാഗത്ത് വെച്ച് കണ്ടു. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ പാർട്ടിയിലില്ല INL? ഞാനില്ല. എന്ത് നിങ്ങളതിന് പോകുന്നു? ഞാൻ എങ്ങനെ പോരാതിരിക്കുക? INL ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് ഓർമ്മ ഉണ്ടോ ചോദിച്ചു. ബാബരി മസ്ജിദ് പൊളിഞ്ഞതിൻ്റെ പിറ്റത്തെ ആഴ്ച ഡിസംബർ 6-നാണല്ലോ, 92 ഡിസംബർ 6 പിറ്റത്തെ ആഴ്ചയാണ് INL ഉണ്ടാക്കിയത്. നൃത്യങ്ങളിൽ പോകുന്നതെന്ന് ഒന്നല്ല, അന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായ എൻ്റെ ഭാര്യ പെറ്റ കുട്ടീനെ ഞാൻ LKG ചേർത്ത്, UKG ചേർത്ത്, LP ചേർത്ത്. എന്നിട്ട് ആ കുട്ടി ഇപ്പോൾ +1 +2 പാസ്സായിട്ട് ഞാൻ കോളേജിൽ ചേർത്ത്. അന്ന് ഉണ്ടാക്കിയ INL എപ്പോഴും ഇടതു മുന്നണി ചേർത്തിട്ടില്ലായിരുന്നു. ഞാൻ അതേ പോകുന്നതെന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, ബാക്കിയുള്ളവരെ കാര്യം എന്താ ചോദിച്ചു. ബാക്കിയുള്ളവരിപ്പോൾ മുന്നണി വിടുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആരെ? പിണറായിനെ ഭീഷണിപ്പെടുത്താൻ പോയതല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പോയി പണി നോക്കിയിടാന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. പിണറായിയുടെ അടുത്ത് പോയി INL ഭീഷണിപ്പെടുത്തി എങ്ങനെ ഉണ്ടാവും? അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ നാട്ടിലൊരു മമ്മൂട്ടിയാക്കാനെ മകൻ സമീർ ഉണ്ടായ ഒരു ഭീഷണിപ്പെടുത്തൽ എന്തായിരുന്നു അറിയോ? 5000 റുപ്യ ഇപ്പം മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ നാടാണ്ട് വിടും നാളെയാണ് ബാപ്പാനോട്. ബാപ്പ പറഞ്ഞു, എൻ്റെ കുട്ടി കടുങ്കൈ ഒന്നും ചെയ്യരുത്. എന്നാൽ 5000 റുപ്യക്ക് 5000 റുപ്യയുടെ വെക്കിന്ന് ബാപ്പാനെ ഇപ്പം മരിച്ച വരെ നിർത്തുക. ബാപ്പ കാഞ്ഞ വളവനാണ്. ബാപ്പ രാവിലെ ചെക്കൻ പോണുണ്ടോ നോക്കാൻ വേണ്ടി സുബൈക്ക് എണീച്ച് റൂമിൻ്റെ അടക്കനെ വന്ന് നോക്കി. ചെക്കൻ കുളിമുറിയിലാണ്. പറഞ്ഞ മാതിരി തന്നെ ചെക്കൻ പോകാനുള്ള പുറപ്പാടെന്ന് മനസ്സിലായപ്പോൾ ചെക്കൻ ഷർട്ടൊക്കെ ഇസ്തിരിട്ടിട്ട് ഇങ്ങനെ പെട്ടിയിലടുക്കിയൊക്കെ ഉണ്ട്. റെഡിയാക്കിയിട്ട് കണ്ടിക്കണം ചെക്കൻ ബാഗ് അവിടെ ഉണ്ട് കൊണ്ടു വെച്ച്.
ചായയൊക്കെ കുടിച്ചിട്ട് ചെക്ക യാത്ര പോകാൻ നിൽക്കുക. അപ്പം ബാപ്പ കാഞ്ഞ വളരെ മുട്ടിയാക്ക മൂപ്പര് ചേർന്നേ. മൂപ്പര് നേരെ പോയി മേശയുടെ വലിപ്പുണ്ട് തുറന്ന്, എന്നിട്ട് മൂപ്പര് അതിനൊരു കവറൊക്കെ എടുത്ത് ഉഷാറാക്കി നന്നായി ഒട്ടിച്ച് ലെവലാക്കിയിട്ട് ഇതൊക്കെ ആക്കിയിട്ട് മോൻ പോണതും കാത്തിട്ട് ഇങ്ങനെ വാതിക്കെ നിൽക്കുക. അപ്പോൾ ഓൻ പറഞ്ഞു ഇമ്മാനോട് ഞാൻ പോവുകയാണ്, ഇനി വേറെ വർത്താനൊന്നുമില്ല, ഞാൻ പറയാനുള്ളതൊക്കെ പെരേ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ വൈക്ക് തടുത്തിച്ചിട്ട് പറഞ്ഞു എന്നാ പാടെ കുട്ടി ഇത് കയ്യിൽ വെച്ചോളി, ഒരു വൈക്ക് പോവുകയല്ല, ഇത് കുട്ടി സ്വീപ്പായത്, അതുകൊണ്ട് പിന്നെ ഒരു ഉപകാരത്തിൽ പോലും എന്നാന്ന് പറഞ്ഞപ്പോൾ ചെക്കനക്ക് മനസ്സിലായി വാപ്പ വിചാരിച്ച മാതിരില്ല കീഴൊതുങ്ങിയിരിക്കണമെന്ന്. ഓനത് ബാഗിൽ കെച്ചി ഇവൻ ഏതായാലും ജയിച്ചല്ല, അതിന് ബസ്സിനൊക്കെ കൈ കാണിച്ചിട്ട് ഓനത് കയറാൻ പോയിട്ട് 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇവൻ പൈസ കൊടുക്കാൻ വേണ്ടി കവറുണ്ട് കീറി നോക്കുമ്പോൾ വലിയൊരു പേപ്പറാണ്. എന്താ സംഭവം എന്നറിയോ? ഇന്ത്യയുടെ മാപ്പാണ്. പാപ്പ കൊടുത്തതാണ്, ഉപകാരപ്പെടും, ബൈക്ക് സ്വീപ്പായത്, വൈ കിട്ടാതെ ഇടങ്ങറായത്, എൻ്റെ കുട്ടി പോണോടത്തോളം പോയിക്കോന്നാ. അയ്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്താതാവും സ്ഥിതി. അതുകൊണ്ട് പൊന്നു മക്കളെ, ഇസ്സത്തുള്ളൊരു പാർട്ടി ഉണ്ട്, എൻ്റെ പൊന്നു പാണക്കാട്ടത്തങ്ങളെ ലീഗ്, ഈ ലീഗിനെ ശക്തിപ്പെടുത്തുക. നന്ദി, അസ്സലാമു അലൈക്കും.